PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ മലയാളത്തിൻ്റെ സിലബസ് വൈസ് റിവിഷൻ ക്ലാസ്സിൻ്റെ 36ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് പര്യായപദം, കൃതികൾ, തൂലികാനാമങ്ങൾ, ചിഹ്നങ്ങൾ. പര്യായപദം 2 പദങ്ങളുടെ പര്യായപദങ്ങൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. 8 കൃതികൾ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. 5 തൂലികാനാമങ്ങൾ, 4 ചിഹ്നങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 19 ക്വസ്റ്റ്യനാണ് ആകെ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ധനത്തിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിത്തം, അർത്ഥം, ദ്രവ്യം, വിഭവം, അസു. ധനത്തിൻ്റെ പര്യായപദങ്ങൾ അറിയാവുന്നവർ കാണും, അവർ ജസ്റ്റ് ഒന്ന് നോക്കുക. അറിയാൻ വയ്യാത്തവർ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ധനം, വിത്തം, അർത്ഥം, ദ്രവ്യം, വിഭവം, അസു. ദരിദ്രൻ്റെ പര്യായപദം അറിയാവുന്നവർ കാണും, അറിയാൻ വയ്യാത്തവർ മാത്രം ഒന്ന് എഴുതിയെടുക്കുക. നിസ്വൻ, ദിനൻ, ദുർവിധൻ. നിസ്വൻ, ദിനൻ, ദുർവിധൻ. 2 പദങ്ങളുടെ പര്യായപദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പര്യായപദങ്ങൾ തീരുന്നില്ല, കുറേയും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അടുത്ത റിവിഷൻ ക്ലാസ്സിൽ ഒരു 2-3 റിവിഷൻ ക്ലാസ്സോടെ നമ്മുടെ പര്യായപദങ്ങൾ നമുക്ക് തീർക്കാം. കൃതികൾ നമുക്ക് നോക്കിയാലോ. ഓർമ്മകൾ, ഓർമ്മയുടെ ഓളങ്ങൾ, ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങൾ, ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ, ബഷീർ. ഓർമ്മയുടെ അറകൾ, ബഷീർ. ഓർമ്മയുടെ തീരങ്ങളിൽ, തകഴി. ഓർമ്മയുടെ തീരങ്ങളിൽ, തകഴി. ഓർമ്മയുടെ ഓളങ്ങൾ, ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ, ബഷീർ. ഓർമ്മയുടെ തീരങ്ങളിൽ, തകഴി. ഓർമ്മയുടെ കണ്ണാടി, AP ഉദയഭാനു. ഓർമ്മയുടെ കണ്ണാടി, AP ഉദയഭാനു. ഓർമ്മകളുടെ ലോകത്തിൽ, P കേശവദേവ്. ഓർമ്മകളുടെ ലോകത്തിൽ, P കേശവദേവ്. ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസി. ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസി. ഇസങ്ങൾക്കപ്പുറം, S ഗുപ്തൻ നായർ. ഇസങ്ങൾക്കപ്പുറം, S ഗുപ്തൻ നായർ. ഓർമ്മയുടെ കണ്ണാടി, AP ഉദയഭാനു. ഓർമ്മകളുടെ ലോകത്തിൽ, P കേശവദേവ്. ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസി. ഇസങ്ങൾക്കപ്പുറം, S ഗുപ്തൻ നായർ. ഇസങ്ങൾക്കിപ്പുറം, P ഗോവിന്ദപിള്ള. ഇസങ്ങൾക്കപ്പുറം, S ഗുപ്തൻ നായർ. ഇസങ്ങൾക്കിപ്പുറം, P ഗോവിന്ദപിള്ള. അങ്ങനെ പ്രധാനപ്പെട്ട 8 കൃതികളാണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തത്. നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോർഷനാണ് തൂലികാനാമങ്ങൾ. തൂലികാനാമങ്ങൾ നമുക്ക് 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തൂലികാനാമങ്ങൾ. നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സോട് തീർന്നു കേട്ടോ. നമ്മുടെ മാക്സിമം നമ്മൾ പഠിക്കാനുള്ളതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. സഞ്ജയൻ, മാണിക്കോത്ത് രാമുണ്ണി നായർ. MR നായർ എന്നറിയപ്പെടും. മാണിക്കോത്ത് രാമുണ്ണി നായർ. സഞ്ജയൻ, മാണിക്കോത്ത് രാമുണ്ണി നായർ, MR നായർ. DC കിഴക്കേമുറി, ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. DC കിഴക്കേമുറി, ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. MN പാലൂർ, മാധവൻ നമ്പൂതിരി. MN പാലൂർ, മാധവൻ നമ്പൂതിരി. സഞ്ജയൻ, മാണിക്കോത്ത് രാമുണ്ണി നായർ, MR നായർ. DC കിഴക്കേമുറി, ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. MN പാലൂർ, മാധവൻ നമ്പൂതിരി. MN പാലൂർ, മാധവൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, P ശങ്കരൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, P ശങ്കരൻ നമ്പൂതിരി. NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്. NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്. NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്. ചിഹ്നങ്ങൾ നോക്കിയാലോ. പ്രധാനപ്പെട്ട 4 ചിഹ്നങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബ്രാക്കറ്റ് പോലെ 2 വശത്തും ക്ലോസിംഗ് ഉള്ള കോഷ്ടം കണ്ടോ, ചിഹ്നം കണ്ടോ. അതുപോലെ തന്നെ അത് വിക്ഷേപിണി, അതിശയം, വിക്ഷേപിണി. വിശ്ലേഷം, ഇൻവേർട്ടഡ് കോമ, വിശ്ലേഷം. പ്രശ്ലേഷത്തിൻ്റെ ചിഹ്നം കണ്ടോ. അങ്ങനെ 3-4 ചിഹ്നങ്ങളാണ് കോഷ്ടം, വിക്ഷേപിണി, വിശ്ലേഷം, പ്രശ്ലേഷം. കോഷ്ടം, വിക്ഷേപിണി, വിശ്ലേഷം, പ്രശ്ലേഷം. അങ്ങനെ നമ്മൾ 19 ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ ഒരു 36ാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പ്രധാനപ്പെട്ട മലയാളത്തിൻ്റെ പോർഷൻസ് എല്ലാം റിവൈസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ റിവിഷൻ ക്ലാസ് മുതൽ 36ാമത്തെ റിവിഷൻ ക്ലാസ് വരെ കൊണ്ട് കുറേയേറെ പോർഷൻസ് നമ്മൾ തീർത്ത് കഴിഞ്ഞു. അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക, നോക്കുക, ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുക.
ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എഴുതുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.